ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തീവണ്ടി യാത്രാ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റെയിൽപാളങ്ങളിലെ പട്രോളിംഗ് ശക്തമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ട്രാക്കുകളിൽ അട്ടിമറി സംശയിക്കുന്ന സാഹചര്യത്തിൽ ട്രാക്ക് പരിശോധകരും പാതയോര യാത്രക്കാരും സമീപവാസികളും ജാഗ്രത പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിനടുത്ത് റെയിൽപാളത്തിൽ ഇരുമ്പ് ദണ്ടുകളും പന്നിയങ്കരയ്ക്കടുത്ത് പാളത്തിൽ കല്ലുകളും നിരത്തിവെച്ച് നടത്തിയ അട്ടിമറി ശ്രമങ്ങൾ യാത്രക്കാരിലും റെയിൽവേ ജീവനക്കാരിലും ആശങ്കയും പരിഭ്രാന്തിയും ഉളവാക്കിയിരിക്കുകയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. വന്ദേ ഭാരത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്നതിനാൽ വേഗത കുറവായതിനാലും തൃശൂരിനടുത്ത് ഇരുമ്പ് ദണ്ടുകൾ ഗുഡ്സ് ട്രെയിൻ തട്ടിത്തെറിച്ചതിനാലുമാണ് വൻ ദുരന്തങ്ങൾ ഒഴിവായത്. ഈ പശ്ചാത്തലത്തിൽ റെയിൽവേയും പോലീസും സമീപവാസികളും യാത്രക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്നും ഇത്തരം അക്രമ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികാരികളെ അറിയിക്കണമെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ യോഗം ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. എത്രയും വേഗം കുറ്റവാളികളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേക്കും മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങൾ അയക്കുമെന്നും കോൺഫെഡറേഷൻ യോഗത്തിൽ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഇത് പ്രതിരോധിക്കാൻ റെയിൽവേയും കേന്ദ്ര സംസ്ഥാന പോലീസുകളും യാത്രക്കാരും റെയിൽപാളങ്ങളുടെ സമീപവാസികളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അതോടൊപ്പം റെയിൽവേ ട്രാക്ക് പെട്രോളിംഗ് വർദ്ധിപ്പിക്കണമെന്നാണ് അസോസിയേഷന് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ച് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നിവേദനം അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മേഖലാ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളായ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി, കൺവീനർമാരായ സൺഷൈൻ ഷൊർണൂർ, ടി പി വാസു, കേരള റീജിയൻ ഭാരവാഹികളായ എ ശിവശങ്കരൻ, അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ, പി ഐ അജയൻ, റിയാസ് നേരോത്ത്, സി സി മനോജ്, നോവെക്സ് മൻസൂർ സി കെ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന് നീതി